പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, നല്ല ദിവസത്തിനായി പ്രത്യേകാൽ ഇന്ന് കർത്തൃദിവസം കൂടിയാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആർദ്രതയാലും മനസ്സലിവിനാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയാലും ഓരോ ദിവസവും നമ്മൾ ജയത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കടാക്ഷവും അനുഗ്രഹവും തരുന്നതിനായി ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ത്തിയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തൽപരരായ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് തിരുവചനത്തിൽ നിന്ന് ഒരാത്മീക ഭാഗം നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും ഗുണകരമാകട്ടെ, ബലമാകട്ടെ, സന്തോഷ സമാധാനമാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനകൾ ആത്മീകമായി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവർ വളരെ ഗൗരവത്തോടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് ആഴമേറിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പാദപീഠം പോകുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഉപവാസത്തിൻ്റെ 14-ാം ദിവസവും ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സങ്കീർത്തനങ്ങൾ 68-35 വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 68-35. ദൈവമേ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അങ്ങ് ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദയാഭാഗമാണ് ഒന്നുകൂടെ എടുത്തു പറയുന്നത്. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ, ദൈവത്തോട് കൂടെ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് അകലാതെ ദൈവത്തിൻ്റെ ആളുകളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുമാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്തിരുന്ന് അടുക്കിപ്പെറുക്കി തിരുവെഴുത്തിൽ നിന്ന് ശേഖരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ദൈവം തൻ്റെ ജനത്തിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? എത്രയോ വാക്യങ്ങളാണ്. ഞാൻ എൻ്റെ ജനത്തിന് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കും, എൻ്റെ ജനത്തിന് ഞാൻ സ്വസ്ഥത കൊടുക്കും. അങ്ങനെ എന്തെല്ലാം വാക്കുകളെ കൊടുക്കും, തരും എന്നെഴുതിയിരിക്കുന്നത്. ഒരു കാര്യം പ്രഥമദൃഷ്ടിയ തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ദൈവം തമ്പുരാൻ നമ്മുടെ കയ്യിലിരിക്കുന്നത് അങ്ങോട്ട് മേടിച്ചെടുക്കാൻ വേണ്ടി വാതുക്ക വന്ന് കാത്തു നിൽക്കുന്നവനല്ല. ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കൊടുക്കാം. എൻ്റെ ജനത്തിന്, എൻ്റെ മക്കൾക്ക്, എന്നെ സേവിക്കുന്നവർക്ക്, എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക്. എന്തെല്ലാം വാക്യങ്ങളാണെന്നറിയോ? ദൈവത്തിൻ്റെ സ്വഭാവം ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്നത് വക്രിച്ച് ഇങ്ങോട്ട് മേടിച്ചെടുക്കാനല്ല. ആണ്ടുതോറും എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി, ഉറഞ്ഞു തുള്ളി, കുടുംബത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കി, മാനസിക തകർച്ചയുണ്ടാക്കി, അങ്ങനെ എനിക്ക് കിട്ടാണ്ടത് തരുവോളം ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. പിന്നെ ദൈവത്തെക്കുറിച്ച് തിരുവെഴുത്ത് നമുക്ക് തരുന്ന പ്രകാശനം, തന്നോട് പറ്റിച്ചേർന്ന് നടക്കുന്നവർക്ക് വേണ്ടി ഇങ്ങോട്ട് തരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംഗ്രഹിച്ചു വയ്ക്കുകയും ശ്രീഭണ്ഡാരം നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവനാണ് ദൈവമെന്ന് ഞാൻ വിശദീകരിക്കാതെ എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കറിയാലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങട്ടെ ഇന്നത്തെ ദൂത്. ഈ ലോകത്തിൽ ആരും ഒന്നും തന്നില്ലെങ്കിലും എനിക്കും നിങ്ങൾക്കും തരാൻ വേണ്ടി നിറച്ച് വെച്ചിരിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ആ ദൈവത്തോട് ഏറ്റവും പറ്റിച്ചേർന്ന്, ആ ദൈവത്തിന് നീരസം ജ്വലിപ്പിക്കാതെ, ആ ദൈവത്തോട് അകലാതെ, ദൈവത്തെ കോപിപ്പിക്കാതെ, ദൈവത്തോട് പിണങ്ങാതെ മുട്ടിച്ചേർന്ന് അപ്പാന്ന് വിളിച്ച് ഒരു കൂട്ടായ്മക്കാരനായി കൂടെ നടന്നാൽ എന്തൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർണ്ണനീയമാണത്. അവർണ്ണനീയം.
സഹായത്തിനുള്ളതെല്ലാം ദൈവം തരും. കണ്ണ് തുറന്ന് ഇത് ഉൾക്കണ്ണുകൊണ്ട് കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുക. എന്തിനാണ് ആകുലപ്പെടുന്നത്? എന്തിനാണ് ആരുമില്ലെന്ന് പറയുന്നത്? എന്തിനാണ് ഒരു സാധ്യതയില്ലെന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് ജീവിതം തീർക്കാൻ നോക്കുന്നത്? തരാൻ മനസ്സുള്ളൊരു നല്ല പിതാവുള്ളപ്പോൾ എന്തിനാ അലയുന്നേ? നിങ്ങൾ ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് ദയവായി കയറൂ. ദൈവം പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കൂ. എന്നിട്ടെല്ലാം ധാരാളമായി അനുഭവിപ്പാൻ നമുക്ക് നൽകുന്ന ദൈവമെന്ന് പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. പിടിച്ചു പറിക്കുന്ന ദൈവമല്ല, നമ്മുടെ ഉള്ളത് കൊത്തിപ്പറിച്ച് കൊണ്ടുപോകുന്ന ദൈവമല്ല. നമുക്ക് തരാൻ നല്ല ദാതാവാണ് ദൈവം. നമുക്ക് തരാൻ ആ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്യത്തിനകത്ത് നിന്ന് ഒരല്പം വിശദീകരണം തരാം. ഈ വാക്യം പറഞ്ഞത് കേട്ടോ, ആ വാചകം, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവത്തിൻ്റെ കൂടെ നിന്നാലുണ്ടല്ലോ, ആ കൂടെ നിൽക്കുന്നവന് ദൈവം പണവും പൊന്നും വീടും കാറും അതൊക്കെ തരും ദൈവം. പക്ഷേ ഈ വാചകം പറയുന്നത് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. എന്തിനാ ശക്തിയും ബലവും കൊടുക്കുന്നത്? ഇസ്രായേൽ മക്കൾ എപ്പോഴും യുദ്ധമുഖത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഇന്നും അവരങ്ങനെയാണല്ലോ. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോഴേ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവരൊരു കണക്കിന് രക്ഷപ്പെട്ടെന്ന് ഓർത്തുകൊണ്ട് റിലാക്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയെന്നല്ല. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ആലസ്യത്തോടെ, ഒരു തരം വാടിക്കുഴഞ്ഞല്ല, യുദ്ധസന്നദ്ധരായി. അപ്പം മിസ്രയീം വിട്ട കാലം മുതൽ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്കെതിരെ യുദ്ധമുണ്ടാകും. ഇന്നും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഞാനത് ഇസ്രായേലിനെ കുറിച്ചല്ല, ദൈവമക്കളായ കർത്താവിനെ വിശ്വസിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളാണോ യുദ്ധസന്നദ്ധരായിരുന്നോണം. ആത്മമണ്ഡലത്തിൽ സ്പിരിച്വൽ വാർഫെയർ, ആത്മീക യുദ്ധമുണ്ട്. അതുകൊണ്ട് സർവായുധവർഗം ധരിച്ചോളാനാണ് പുതിയ നിയമോപദേശം. എപ്പോഴും യുദ്ധസന്നദ്ധരായിരിക്കണം. യുദ്ധത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ബലവും ശക്തിയുമാണ്. അതുകൊണ്ട് ദൈവം ഇത് തന്നുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമൊന്നും അല്ല ദൈവമക്കളെ പോരാട്ടമുള്ളത്. നമ്മൾ പലരും സഹിക്കുമ്പോൾ പറയും, എന്നെപ്പോലെ കഷ്ടമുള്ള ഒരാൾ ലോകത്തിൽ കാണുകയല്ല, അയ്യോ എന്തോ ദുരിതാ ദൈവമേ. ഇല്ല, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോരാട്ടമുണ്ട് എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഇവിടെ പോരാട്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ പോരാട്ടത്തിൽ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് തരേണ്ടതൊക്കെ തരുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ടത് ശക്തിയും ബലവുമാണ്. യുദ്ധത്തിന് ഇറങ്ങുന്ന പടയാളി ശക്തിയും ബലവും ഉള്ളവനായിരിക്കണം. എന്തിനാണ് ശക്തി? എന്തിനാണ് ബലം? ബലം പിടിച്ചു നിൽക്കാനാണ്. നമ്മുടെ ഉള്ളിലുള്ള കരുത്താണ് ബലം. ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ബലമില്ലാത്തവൻ തളർന്നു പോകും, തകർന്നു പോകും, നിൽക്കാൻ പറ്റാതെയാകും. ബലമുള്ളവൻ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ ഇതൊക്കെ നേരിടാം. അങ്ങനെ നേരിടുമ്പോൾ അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ ദൈവം നമുക്ക് തരുന്നതാണ് ബലം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ബലം തരും. ഏത് വിഷയത്തിലും പിടിച്ചു നിൽക്കാൻ, ഏത് പ്രതികൂലത്തിലും പിടിച്ചു നിൽക്കാൻ, തിരമാലയുടെയും തീച്ചുളയുടെയും നടുവിൽ പിടിച്ചു നിൽക്കാൻ, ബോധം കെട്ടു പോകാതിരിപ്പാൻ, തളർന്ന് വീഴാതിരിപ്പാൻ ബലം തരും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്ന് ഈ കാര്യത്തിനൊരു പരിഹാരം ആകുമെന്ന് കൃത്യമായ ഒരു വിധി വന്നിട്ടില്ല. എന്നാൽ നാം ഫേസ് ചെയ്യുന്ന വിഷയത്തിൻ്റെ പരിഹാരം വരുന്നതുവരെ എനിക്ക് പിടിച്ചു നിൽക്കണം. അതിനെനിക്ക് വേണ്ടത് ബലമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ദൈവത്തോട് ചോദിക്കുക, എനിക്ക് ഈ വീട്ടിൽ, ഈ സാഹചര്യത്തിൽ, ഈ പ്രശ്നത്തിൽ പിടിച്ചു നിൽക്കാൻ
ആടി ഉലയുന്ന പടകിൽ ഞാൻ വീണു പോകാതിരിപ്പാൻ, ഇവിടെ എൻ്റെ കാലുകൾ ഉറയ്ക്കുവാൻ, ഇവിടെ ഞാൻ നിന്ദിതനാകാതിരിപ്പാൻ എനിക്ക് ദൈവത്തിൻ്റെ ബലം തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. 2, എൻ്റെ ജനത്തിന് ഞാൻ ശക്തി നൽകും. എന്തിനാണ് ശക്തി? ശക്തി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുന്നതാണ്. കർത്താവിനെക്കുറിച്ച് പറയുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ബലം അകത്ത് നമുക്ക് തന്ന് നമ്മളെ നിലനിർത്തുകയും ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടും എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ ഉരുട്ടി മാറ്റണമെങ്കിൽ നമുക്ക് ശക്തി വേണം. നിങ്ങളുടെ മുമ്പിൽ വാഹനം പിടിച്ചു പോകുമ്പോൾ ഒരു വലിയ തടി വട്ടത്തിൽ കിടക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ തടി ഉരുട്ടി മാറ്റിക്കളയണം. അതിനെന്ത് വേണം? നിങ്ങൾ ശക്തിയോടെ അതിനെ ഉന്തിത്തള്ളി മാറ്റണം. മുമ്പിലെ തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ശക്തി വേണം. നിങ്ങളിൽ നിന്ന് ആ ശക്തി തടിയിലേക്ക് പ്രഹരിക്കണം. അപ്പോഴത് ഉരുളാൻ തുടങ്ങും, അപ്പോഴത് നീങ്ങാൻ തുടങ്ങും. നിങ്ങൾ ശരിക്കും ഉന്തുമ്പോൾ, തള്ളുമ്പോൾ അത് മുമ്പോട്ട് ഉരുണ്ടുരുണ്ട് താഴത്തേക്ക് ഉരുണ്ടു മാറും. മുമ്പിലെ തടസ്സങ്ങൾ, ദുർഘടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മുന്നോട്ട് വിടാത്ത വിഷയങ്ങൾ, അതിനെ നിങ്ങൾ തള്ളി മാറ്റണം. ഈ മലയോട് മാറാൻ പറയണം. അതിൽ ശക്തി വ്യാപരിക്കണം. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവൻ എന്ന യേശുവിനെക്കുറിച്ച് പറയുന്നത്. ശക്തി പുറപ്പെടണം അധരത്തിൽ നിന്ന്, പ്രവൃത്തിയിലൂടല്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമ്മുടെ ദൈവം പിടിച്ചു നിൽക്കാനുള്ള ബലവും പ്രതിസന്ധികളെ മാറ്റാനുള്ള ശക്തിയും തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് തരുന്നവനാണ്. ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദിവസത്തിൽ ഇത് ദൈവം നമുക്ക് തരട്ടെ. ഈ ഒരാഴ്ച തന്നെ ബലവും ശക്തിയും കിട്ടിയാൽ കുറേ പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കുകയും ചെയ്യാം, ചില വിഷയങ്ങളെ തള്ളി മാറ്റുകയും ചെയ്യാം. നിങ്ങൾ വിശ്വസിക്ക്, എനിക്ക് അങ്ങയുടെ ബലവും ശക്തിയും തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാർദ്രനെ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുക്കുന്നതപ്പാ. പ്രത്യേകാൽ ബലവും ശക്തിയും തരുന്നവനെന്ന് അനുഭവസ്ഥരായവർ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ ബലവും ശക്തിയും തരണേ. ഉപവാസത്തിലും പ്രാർത്ഥനയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിലെ ദൈവത്തിൻ്റെ പ്രത്യേക സമ്മാനമായിരിക്കണമേ അത്. ദൈവം അത് തരുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.